ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അണ്ടർ 20 വേൾഡ് കപ്പിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് അർജന്റീന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണം ഹവിയർ മഷരാനോ പരിശീലകനായിരുന്ന സമയത്ത് വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയിലായിരുന്നു അണ്ടർ 20 ടീം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രതീക്ഷകൾ ആരും കൽപ്പിച്ചിരുന്നില്ല. പക്ഷേ മഷരാനോ പോയതോടുകൂടി അർജന്റീന രക്ഷപ്പെടുകയായിരുന്നു. മികച്ച പ്രകടനമാണ് ഇപ്പോൾ അവരുടെ ടീം നടത്തുന്നത്. ഫൈനൽ വരെ എത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സെമി ഫൈനൽ പോരാട്ടത്തിൽ കൊളംബിയയായിരുന്നു അർജന്റീന പരാജയപ്പെടുത്തിയത്. ഇനിയിപ്പോൾ മൊറോക്കോയാണ് ഫൈനലിൽ അർജന്റീനയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ESPN അർജന്റീന പങ്കുവച്ചിട്ടുണ്ട്. അതായത് സൂപ്പർ താരം ലയണൽ മെസ്സിയെ കണ്ടുകൊണ്ടാണ് ഈ താരങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത്. അതിൻ്റെ ചിത്രങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് 2005 അണ്ടർ 20 വേൾഡ് കപ്പ് നേടിയത് മറ്റാരുമല്ല, അർജന്റീന തന്നെയാണ്. അന്ന് അതിന് നേതൃത്വം നൽകിയത് സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഹൈലൈറ്റ്സ് ആണ് ഇപ്പോൾ ഈയൊരു അർജന്റീന അണ്ടർ 20 താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് വീക്ഷിക്കുന്നത്, TV-യിൽ വീക്ഷിക്കുന്നത്. അതിൻ്റെ ചിത്രങ്ങളാണ് ESPN അർജന്റീന ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. അതായത് മെസ്സിയുടെ ആ ഒരു പ്രകടനം ഇൻസ്പിറേഷൻ ആയിക്കൊണ്ടാണ് അവർ എടുക്കുന്നത്. ആ ഒരു ഫൈനൽ മത്സരമൊക്കെ അവർ വീക്ഷിച്ചിട്ടുണ്ട്. ഈ ഫൈനലിന് മുന്നേ മെസ്സിയെ മാതൃകയാക്കിക്കൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് അർജന്റീനയുടെ അണ്ടർ 20 താരങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് ESPN അർജന്റീന കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, 2005 കലാശ പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്കായിരുന്നു നൈജീരിയയെ അർജന്റീന പരാജയപ്പെടുത്തിയത്. 2 ഗോളുകളും നേടിയത് മെസ്സിയാണ്. രണ്ടും പെനാൽറ്റി ഗോളുകളായിരുന്നു. ആ ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയർക്കുള്ള ഗോൾഡൻ ബോളും അതുപോലെ തന്നെ ഏറ്റവും മികച്ച ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടും സ്വന്തമാക്കിയത് മെസ്സിയാണ്. ആ ടൂർണമെന്റിൽ 6 ഗോളുകളായിരുന്നു മെസ്സി സ്വന്തമാക്കിയിരുന്നത്. അങ്ങനെ മെസ്സിയുടെ ഒരു സർവാധിപത്യം കണ്ട ടൂർണമെന്റ് ആയിരുന്നു 2005 അണ്ടർ 20 വേൾഡ് കപ്പ്. അതാണ് ഇപ്പോൾ അർജന്റീനയുടെ അണ്ടർ 20 ടീം മാതൃകയാക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.